ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ മുഖത്തൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു രോമങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇന്ന് റിമൂവ് ചെയ്ത് പറിച്ചിട്ട് കളയുന്നത് ഇങ്ങനെയാണ് ഇന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഗൈസ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ കാർമസിയുടെ ഫേഷ്യൽ റൈസറാണ് ഗൈസ് എടുത്തിരിക്കുന്നത്. ഇത് വുമൻസിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പം ആ സംഭവമാണ് എടുത്തിരിക്കുന്നത്. അതിനകത്താണെങ്കിൽ ഉള്ളിൽ 3 റൈസറുകളാണ് ഉള്ളത്. അപ്പം നമുക്ക് 3 ഒന്നിച്ചിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഒരെണ്ണം മതി. അതെടുത്ത പാടെ മുഖത്ത് കൊണ്ടിട്ട് ഉരയ്ക്കരുത്, മുഖം കീറിപ്പോവും. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്ന കാർമസിയുടെ ഫേഷ്യൽ ഷേവിങ് ബാമാണ് കേസ്. അപ്പോൾ നമ്മൾ അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് തന്നെ കാർമസി തന്നെ ഫേഷ്യൽ ഷേവിങ് ബാം തന്നെ വേണമെന്നൊന്നുമില്ല. അലോവേറ ജെല്ലോ, പിന്നെ നമ്മൾ തന്നെ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ക്രീമോ, എന്തെങ്കിലും ആയാൽ സെറായാലും കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ആയാലും മതി. അപ്പോൾ അതെടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മുഖം റൈസർ എടുത്തിട്ട് അപ്പം തന്നെ വെച്ച് ഒരു മയത്തിലൊക്കെ പിടിക്കണവരെ, ഒരുമാതിരി മുഖമൊക്കെ കീറിയെടുക്കുന്ന രീതി പിടിക്കരുത്. അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഐബ്രോ ആണ് പുരികം, അതാണ് ഷേപ്പാക്കി കൊടുക്കുന്നത്. അപ്പം ഇത് അറിയാമെങ്കിൽ മാത്രം പുരികത്തിൽ തൊടുക, ഇല്ലെങ്കിൽ അത് പുരികമല്ലാതായി മാറുന്നതായിരിക്കും. നമുക്ക് അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ മാത്രം അതിൽ പിടിച്ച് ഷേപ്പാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസിൽ മുകളിൽ നിന്ന് താഴെ എന്നുള്ള രീതിയിൽ തന്നെ ഫേസ് ക്ലീൻ ചെയ്യണം. അല്ല താഴെ നിന്ന് മുകളിലോട്ട് ആക്കരുത്, നമ്മുടെ ഫേസിന് ഒരു കേടാണ്. പിന്നെ മീശ ഒരു ഭാഗം അപ്പർ ലിപ്പാണ് എടുത്ത് കൊടുക്കുന്നത്. എനിക്ക് നല്ല മീശയൊക്കെ ഒന്നിടെ എൻ്റെ വാണായിട്ട് ജനിക്കേണ്ടതുണ്ടായിരുന്നു. ഞാൻ മുഖമൊക്കെ ഇതിന് മുമ്പ് ക്ലീൻ ചെയ്തത് കൊണ്ട് എൻ്റെ മുഖത്തൊന്നും അധികം സാധനങ്ങളില്ല, രോമങ്ങളില്ല ഗൈസ്. അപ്പം ഈ ഷേവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ല ഒരു പെർഫെക്റ്റ് സാധനമൊന്നുമല്ല, അതിൻ്റേതായ ഒരു പ്രോബ്ലം ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ സ്വയം റിസ്കിൽ എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഷേവ് ചെയ്താൽ മതി. അല്ലാതെ ഇപ്പം ഞാൻ വീഡിയോ കാണിച്ച് അല്ലെങ്കിൽ വേറുള്ളൊരു വീഡിയോ കാണിച്ച് എന്നുള്ള രീതിയിൽ അത് നല്ലതാണ്, അതുകൊണ്ട് രോമം പോവും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം, നിങ്ങളുടെ ഫേസാണ്, നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം എടുക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് ചെയ്യരുത്. പിന്നെ ഞാനിത് മേടിക്കാൻ വേണ്ടി കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, മുറിയെത്തതൊന്നുമില്ല, അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതൊന്നും നമുക്കില്ല ഗൈസ്. അപ്പോൾ നമ്മൾ കവിള് രണ്ടും എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ എല്ലാ ഫേസിൽ നമുക്ക് രോമങ്ങൾ നിൽക്കുന്നിടത്തെല്ലാം നമ്മൾ നല്ല രീതിക്ക് തന്നെ ചെയ്തു കൊടുക്കണം. വേണ്ടില്ല, ഞാൻ എടുത്ത് കളഞ്ഞത് കൊണ്ട് എൻ്റെ ഫേസിൽ അധികം ഒന്നുമില്ലായിരുന്നു. നമ്മളപ്പം ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസ് പോയി വാഷ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. എന്താണ്ട് അത് ആ ബാം തന്നെ വീണ്ടും നമ്മൾ ഇട്ട് കൊടുത്തത് ഷേവിങ്ങിന് മുമ്പ് എന്തുവാണോ ഇട്ട് കൊടുത്തത് അത് തന്നെ വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ മുഖത്ത് എന്തെങ്കിലും അങ്ങനെയല്ല, കുരു പൊട്ടി ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടിയാണ്. കേസ് എന്തായാലും ഇന്നലെ ക്ലീനായിട്ട് എൻ്റെ മുഖം കിട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റാണിത്. എല്ലാവർക്കും നമുക്ക് യൂസ് ചെയ്യാം, എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അടിപൊളി പ്രൊഡക്റ്റാണ് ഗൈസ്. ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ. ടാറ്റാ, ബൈ ബൈ, ഉമ്മ.